Good morning guys. Today is half day of my exam day. ഫ്രഷായി നിസ്കാരം കഴിഞ്ഞ് മോളെ ഉറക്കി വന്നപ്പോഴേക്കും 6:40. ഡു യു ബിലീവ് ഇറ്റ്? എൻ്റെ മെയിൻ പഠിത്തം ഇപ്പോഴാണ്. ടൈം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യും. എക്സാം മോർണിംഗിൽ അതെല്ലാം വായിച്ചു നോക്കും. ഇതാണ് എൻ്റെ രീതി. എനിക്ക് എക്സാമും മോന് ക്ലാസ്സും ഇന്നുണ്ട്. സോ ആദ്യം അയൺ ചെയ്തു. മോനുള്ള ഫേവറേറ്റ് സ്നാക്ക് ബോക്സ് എടുത്തു വെച്ചു. കൂടെ ലഞ്ചിന് ചിക്കൻ ബിരിയാണിയും. ടിഫിൻ ഈസ് സെറ്റ് ആൻഡ് ദ 2 bags are ready. ഉമ്മാടെ ചൂടൻ ഇഡ്ഡലിയും സാമ്പാറും കഴിച്ച് ഷടേന്ന് ഞാൻ റെഡിയായി. കൂട്ടത്തിൽ സ്കൂൾ കുട്ടിയെയും റെഡിയാക്കിയിട്ടുണ്ട്. എനിക്ക് ബസ് ലേറ്റ് ആവാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് കുടുംബനാഥൻ വേഗം പുറപ്പെട്ടോളാൻ പറഞ്ഞു. ഷയാപ്പുവിന് അതത്ര പിടിച്ചിട്ടില്ല. അവനെപ്പോഴും ഉമ്മച്ചിയുടെ കൂടെ കൂടാനാണ് ഇഷ്ടം. ഞാൻ ബസ്സിൽ കയറാതെ ഈ മനുഷ്യൻ ബൈക്ക് തിരിക്കില്ല. അങ്ങനെ ഞാനും ഉപ്പയും കട്ട പോസ്റ്റായി നിൽക്കുമ്പോൾ ബസ് എത്തി. ശ്വാസം വിടാൻ പോലും സ്ഥലമില്ലാത്ത ആദ്യത്തെ ബസ്സിൽ നിന്നും പാട്ടും പാടി പോകാൻ പാകത്തിലാണ് രണ്ടാമത്തെ ബസ്. പക്ഷെ പാട്ട് പാടിയിരുന്നാൽ ശരിയാവില്ല. പരീക്ഷ മുഖ്യം ബിഗിലെ. ഇപ്പോഴും പഠിച്ചില്ലെങ്കിൽ പരീക്ഷ ഗുദാഹവ. മനസ്സറിഞ്ഞ് പഠിക്കാനുള്ള ഏക സമയം ഇതാണ്. ബസ് ഇറങ്ങി നടക്കുമ്പോഴും പഠിത്തമല്ല വായിക്കൽ. വരൂ കൂട്ടുകാരെ, ഒന്നിച്ച് നമുക്ക് പോകാം. നമ്മളിങ്ങോട്ടാ പോകുന്നേ? പരീക്ഷ എഴുതാൻ. പരീക്ഷ എഴുതാൻ. ജോക്സ് അപ്പാർട്ട്. നടന്ന് എക്സാം സെന്ററിലെത്തി. സീറ്റ് നമ്പർ ചെക്ക് ചെയ്ത് ഹാളിലേക്ക് കയറി. ഇന്ന് എൻ്റെ ലാസ്റ്റ് എക്സാം ആയിരുന്നു. ഈ സെൻറ്റർ എനിക്ക് സംതിങ് സ്പെഷ്യലാണ്. ഈ ഗ്രീനറിയും അറ്റ്മോസ്ഫിയറും എനിക്ക് എക്സാം ഫെയർ നൽകാറേ ഇല്ല. അവസാനത്തെ എക്സാം ആയതുകൊണ്ട് ആസ്വദിച്ചിറങ്ങാമെന്ന് ഞാനും കരുതി. അപ്പോഴാണ് ആ ബോർഡ് കണ്ടത്. ലോക സന്തോഷങ്ങളിൽ അമിതമായി മുഴുകാതിരിക്കുക. ഹേയ്, എന്താ അപ്പം അങ്ങനെ ഡോക്ക്? ഞാനിപ്പോൾ എനിറ്റിടങ്ങളെ കൂടുതൽ ആസ്വദിക്കാറുണ്ട്. ഒറ്റയ്ക്കാണെങ്കിലും ഒറ്റപ്പെടൽ എനിക്ക് തോന്നാറില്ല. ആസ്വദിച്ചു നോക്കിയാൽ എല്ലാത്തിനും ഭംഗിയില്ലേ? പക്ഷെ എല്ലാം ഒറ്റയ്ക്കും അല്ലേ? നോക്കൂ, ഈ കാറ്റിന് എന്ത് ഭംഗിയാണ്! ഈ കുഞ്ഞ പാടത്തിനൊരു ഭംഗിയില്ലേ? നീലിച്ച ആകാശത്തിന് ഭംഗിയില്ലേ? അതിന് ചിത്രപ്പണി കൊടുക്കുന്ന മരങ്ങൾക്ക്, എന്നെപ്പോലെ ഒറ്റയ്ക്ക് ലോകം നോക്കിക്കാണുന്ന ഈ കൊറ്റിക്കൊരു ഭംഗിയില്ലേ? ഓരോ പൂവിനും ഓരോ ഭംഗിയല്ലേ? ഒറ്റയ്ക്ക് ഇഷ്ടപ്പെട്ട പരിപ്പവിടെ തിന്നുന്നത് വരെ ഭംഗിയല്ലേ? മുന്നിലൂടെ പല വാഹനങ്ങളും കടന്നു പോകും. ബട്ട് ചൂസ് ദ റൈറ്റ് വൺ. ഇനി നമുക്ക് നോർമൽ ടോക്കിലോട്ട് വരാം. എക്സാം യാത്രകളിൽ ഞാൻ ഇത്രത്തോളം ആസ്വദിച്ച ബസ് യാത്ര വേറെ ഉണ്ടായിട്ടില്ല. ഇരിക്കാനൊരു സീറ്റും ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ഫീൽ ഗുഡ് പാട്ടുകളും ഉണ്ടെങ്കിൽ ഇതാണ് സന്തോഷം. ബസ്സിലെ സൈഡ് സീറ്റും അതിലൂടെ കാണുന്ന കാഴ്ചകളും അതിനനുസരിച്ച പാട്ടുകളും പിന്നെ ഞാനും. ആഹാ, അന്തസ്. ഓരോ പാട്ടിന് താളം പിടിച്ച് സ്റ്റാൻഡ് എത്തിയതുപോലും ഞാൻ അറിഞ്ഞില്ല. കുറച്ച് വെയിറ്റ് ചെയ്തപ്പോൾ ബസ് എത്തി. ശരിക്കും എനിക്ക് എന്തൊക്കെയോ മിസ് ചെയ്യാൻ പോകുന്നുണ്ട്. എൻ്റെ യാത്രകൾ, പരിചയപ്പെടുന്ന പുതിയ മുഖങ്ങൾ, കാഴ്ചകൾ, അതിൽ നിന്നും ഞാൻ കണ്ടെത്തുന്ന സന്തോഷങ്ങൾ. ബസ്സിറങ്ങി ഉപ്പയുടെ കൂടെ വീട്ടിലോട്ട് പോകുമ്പോൾ എനിക്ക് എന്തൊക്കെയോ ഒരു സാഡ് ഫീലിങ്സ്. വീട്ടിലെത്തിയപ്പോൾ കുഞ്ഞിപ്പണിൻ്റെ കുസൃതികളെ പറ്റിയായിരുന്നു ചർച്ച. എനിക്കും വളരണം, ഈ കുറുമ്പിച്ചക്കനെയും പെണ്ണിനെയും വളർത്തുകയും വേണം. ടാസ്ക് തന്നെ. ഈ കള്ളത്തരം ഒപ്പിച്ച് നല്ല കാര്യം ചെയ്ത എക്സ്പ്രഷൻ ഇട്ട് നിൽക്കുവാണ് കുൽസുമ. അവരുടെ കുട്ടിക്കുറുമ്പിന് ഒരു ചോക്ലേറ്റ് കൊടുത്ത് ഞാൻ ആദരിച്ചിട്ടുണ്ട്. ഈ തുള്ളിച്ചാടൽ മിഠായി കിട്ടിയതിൻ്റെ പൊലിവാണ്. ശേഷം ഉമ്മാടെ നല്ല സാമ്പാറും ബീഫും മാന്തൾ പൊരിച്ചതും പയറുപ്പേരും കിട്ടി നല്ലൊരു ഉച്ചഭക്ഷണം കഴിച്ചു. സുഖം, സുന്ദരം, സന്തോഷം, സ്വസ്ഥം. പിന്നെ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.